ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മൊജ്തബ ഖമനേയിയെ തെരഞ്ഞെടുത്തു. ടെഹ്റാനിലെ വസതിയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് നീക്കം. അലി ഖമനേയിയുടെ രണ്ടാമത്തെ മകനായ മുജ്തബയ്ക്ക് 56 വയസ്സാണുള്ളത്. 88 പുരോഹിതന്മാർ അടങ്ങുന്ന വിദഗ്ധ സമിതിയാണ് മുജ്തബയെ തെരഞ്ഞെടുത്തത്. മുജ്തബയുടെ നിയമനത്തോട് US ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ US പങ്ക് വേണമെന്ന് നേരത്തെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇല്ല എങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്നയാൾക്ക് അധികകാലം തുടരാനാവില്ല എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. തെരഞ്ഞെടുക്കപ്പെട്ടതാരോ അവരെ ലക്ഷ്യമിടുമെന്ന് ഇസ്രയേലും അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും, അതായത് മുജ്തബയെ തെരഞ്ഞെടുത്തതിന് ശേഷം ഈ നിമിഷം വരെയും അമേരിക്കയോ ഇസ്രയേലോ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സാധാരണയായി ഷിയ മുസ്ലിം നിയമങ്ങൾ പ്രകാരം പിതാവിൽ നിന്നും മകനിലേക്ക് അധികാരം കൈമാറുന്നത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടാറില്ലെങ്കിലും നിലവിലെ സങ്കീർണമായ സാഹചര്യത്തിലാണ് മുജ്തബ ഈ സ്ഥാനത്തേക്ക് വരുന്നത്. മുജ്തബ ഖമനേയിയുടെ കുടുംബം ഇറാനിലെ രാഷ്ട്രീയമായി വളരെ സ്വാധീനമുള്ള ഒന്നാണ്. സ്വാഭാവികമായും പിതാവ് പരമോന്നത നേതാവായിരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇറാന്റെ മുൻ പാർലമെന്റ് സ്പീക്കറും പ്രമുഖ യാഥാസ്ഥിതിക രാഷ്ട്രീയ നേതാവുമായ ഗുലാം അലി ഹദാഹ് അദലിന്റെ മകളായ സഹറ ഹദാദ് അദലിനെയാണ് മുജ്തബ വിവാഹവും കഴിച്ചിരിക്കുന്നത്. 2004 ഇവർക്ക് വിവാഹം നടന്നത്. ഇവർക്ക് 3 കുട്ടികളുണ്ടെന്നാണ് ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാനിലെ മറ്റു പ്രമുഖ നേതാക്കളുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഇവരുടെ മക്കളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ 2026 ടെഹ്റാനിലുണ്ടായ സൈനിക ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ സഹറ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മുജ്തബയുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് വലിയ ചർച്ചകൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. വലിയ നിക്ഷേപ സാമ്രാജ്യത്തിന് ഉടമയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ ആസ്തി എത്രയാണെന്ന ഔദ്യോഗിക രേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ആസ്തിയുള്ള ഒരു മൾട്ടി മില്യണറാണ് മൊജ്തബ ഖമനേയി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്ലൂംബർഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പാശ്ചാത്യ രാജ്യങ്ങളിലെ വിപണികളിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വൻതോതിൽ മൊജ്തബ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ബ്രിട്ടനിൽ മാത്രം ഏകദേശം $138 മില്യൺ, ഏകദേശം 1700 കോടി രൂപയിലധികം രൂപ വില മതിക്കുന്ന ആഡംബര വസ്തുക്കൾ മൊജ്തബയുടെ ഉടമസ്ഥയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും വലിയ തുകകൾ വിദേശത്തേക്ക് മാറ്റിയതായി മുൻപ് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൊജ്തബയുടെ സാമ്പത്തിക ഇടപാടുകളെയും രാഷ്ട്രീയ സ്വാധീനത്തെയും കണക്കിലെടുത്ത് 2019 അമേരിക്ക മൊജ്തബയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മൊജ്തബ ഭരണകൂടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ മൊജ്തബ ഖമനേയിയാണ് തുടർഭരണത്തിലെത്തുകയെന്ന കാര്യത്തിൽ ഇതുവരെയും ഇസ്രായേലോ അമേരിക്കയോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അടുത്ത പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കും വരെ 3-അംഗ ഭരണസമിതിക്കായിരുന്നു ഇറാനിൽ ഭരണത്തിന്റെ ചുമതലയുണ്ടായിരുന്നത്. മതപണ്ഡിതൻ അയത്തുള്ള അലി റിസ രാഫിയെ 3-അംഗ പരമോന്നത സമിതിയിലേക്ക് ഇറാൻ നിയോഗിച്ചിരുന്നു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, നീതിന്യായ പണ്ഡിതൻ ഗുലാം ഹുസൈൻ മെഹസനി ഇസൈ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. ഇവരാണ് ഖമനേയിയുടെ നിര്യാണത്തിന് ശേഷമുള്ള ഇറാന്റെ കാര്യങ്ങളിലൊക്കെ ആത്യന്തികമായി തീരുമാനമെടുത്തിരുന്നത്. ഇനി ഇറാന്റെ എന്തൊരു വിഷയത്തിലും ഏത് വിഷയത്തിലും അവസാന വാക്കായി മൊജ്തബ ഖമനേയി മാറും.